പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഭിഭാഷക അവതാരത്തെക്കുറിച്ചും അയാൾ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നല്ല രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് ഇയാളൊരു വിവാദ കഥാപാത്രമാണ്. അതുകൊണ്ട് ഇയാളെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇയാളുമായിട്ട് ഇടപെടുമ്പോൾ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ വളരെയേറെ ശ്രദ്ധിക്കണം എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. അയാൾ ചെയ്യുന്ന നിയമവിരുദ്ധ പണികൾ, വൃത്തികെട്ട പല പല പരിപാടികളും ഞാൻ ആ വീഡിയോയിൽ പ്രതിപാദിക്കുകയുണ്ടായി. അയാളൊരു നിയമ വിദ്യാലയത്തിൻ്റെ ഡയറക്ടറാണ്. ലോ അക്കാദമി, ലോ കോളേജ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ലോ കോളേജിൽ നിന്ന് പണ്ട് പഠിച്ച് പാസ്സായി പോയിട്ടുണ്ട് പല പല അഭിഭാഷകർ. അവർ പിന്നീട് ന്യായാധിപന്മാരായിട്ട് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ 8-9 പേര് അങ്ങനെയുള്ള ആളുകൾ ഇരിപ്പുണ്ട്. ആ ന്യായാധിപരിൽ പലരെയും ഇയാളുടെ കോളേജിലേക്ക് വിളിച്ചു വരുത്തും. അവരെ പല പല പരിപാടികളിലും പങ്കെടുപ്പിച്ചിട്ട് അവരുടെ ഫോട്ടോകളൊക്കെ ഈ ലോ കോളേജ്, ഈ ലോ അക്കാഡമിയുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും. അങ്ങനെ അവരുമായി ബന്ധമുണ്ട് എന്ന് ബന്ധപ്പെട്ടവരെയും പിന്നെ കക്ഷികളെയും ഒക്കെ അറിയിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇയാൾ സംരക്ഷിക്കും. അങ്ങനെയുള്ള പണികൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഞാൻ കാര്യകാരണ സഹിതം കേരളത്തിലെ ഹൈക്കോടതി ന്യായാധിപന്മാരെ അറിയിക്കുകയും ഈ വിവാദ അഭിഭാഷക അവതാരത്തിൽ നിന്ന് പരമാവധി അകലം പാലിക്കണം കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ എന്ന് പറയുകയും ചെയ്തു. അതായിരുന്നു ആദ്യത്തെ വീഡിയോ. അത് വലിയ തോതിൽ പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യായാധിപന്മാർക്കൊക്കെ ഇയാളുടെ ഈ കള്ളപ്പണി, ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവർക്ക് ബോധ്യമായി. അവർ ഇപ്പോൾ ഇയാളുമായിട്ട് അകലം പാലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അനൗദ്യോഗികമായി അറിയാൻ കഴിയും. എന്ന് മാത്രമല്ല, കേരള ഹൈക്കോടതിയിലൊക്കെ തന്നെ പിന്നെ അഭിഭാഷകരുടെ നിന്നൊക്കെ തന്നെ ഞാൻ ചെയ്ത ഈ കാര്യത്തിന് വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചത്. കാരണം ഇയാൾ ഗവൺമെന്റിന്റെ ആളാണ്, ഇയാൾ വനം വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറാണ്, ഇയാൾ നിയമവിദ്യാലയത്തിന്റെ ഡയറക്ടറാണ്, ഇയാൾ ബാർ കൗൺസിലിലെ പ്രമുഖനായിട്ടുള്ള അംഗമാണ്. അപ്പോൾ അങ്ങനെ അയാളൊരു വലിയൊരു സാമ്രാജ്യം, അയാളുടേതായിട്ടുള്ളൊരു സാമ്രാജ്യം കേരള ഹൈക്കോടതിയിൽ കെട്ടിപ്പടുത്ത് അവിടെ ഒരു വലിയ ഒരു ഏകാധിപതിയായി ഇയാൾ വാഴുകയായിരുന്നു. അതായത് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർക്ക് ഇതിനെതിരെ ഒന്നും പറയാനും വയ്യാത്ത, വിങ്ങി അവർ കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വലിയ പിന്നെ ഗുണം ചെയ്തു, അവർക്കൊക്കെ പിന്തുണ കിട്ടുന്നതായിരുന്നു എൻ്റെ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഞാൻ അതിനെ തുടർന്ന് രണ്ടാമതൊരു വീഡിയോ ഞാൻ ചെയ്തു. ആ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇയാള് പിന്നെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്നും ചില ഹൈക്കോടതിയിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസുമാരെയൊക്കെ അയാൾ കേരളത്തിൽ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 30-31 നടത്തിയ ഒരു അന്താരാഷ്ട്ര സെമിനാർ എന്ന പേരിൽ നടത്തിയ ഒരു മാമാങ്കത്തിന് ഇവിടെ അവരെ കൊണ്ടുവന്നു. അവരെ ന്യായാധിപന്മാരെന്ന് പറഞ്ഞിട്ടല്ലല്ലോ അവരിവിടെ വരുന്നു, ഇതിൽ പങ്കെടുത്തു പോകുന്നു. പക്ഷേ അതും ഇയാൾ ദുരുപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. ഏതാണ്ട് 4-5 സുപ്രീം കോടതി ജഡ്ജിമാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ കർണാടക, തെലങ്കാന, മദ്രാസ്, ആ 3 പിന്നെ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, അവരെല്ലാവരും വന്ന് ഇയാൾ സംഘടിപ്പിച്ച ആ സെമിനാറിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി. അപ്പോൾ അതൊന്നും ഇയാൾക്ക് ആ മേഖലകളിലൊക്കെ ഉള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണം ഞാൻ അതിൽ പറഞ്ഞിരുന്നു. ഈ വന്ന സുപ്രീം കോടതി ജഡ്ജിമാരൊന്നും ഇതിനെക്കുറിച്ച് അറിയുന്നില്ലല്ലോ. ഏതായാലും ആ വീഡിയോയും സുപ്രീം കോടതി ന്യായാധിപരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ചില തുടർ നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ 2 വീഡിയോകളിലൂടെയും ഈ അഭിഭാഷക അവതാരത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം ജനങ്ങളുടെ ഇടയിലും അഭിഭാഷകരുടെ ഇടയിലും
ന്യായാധിപന്മാരുടെ ഇടയിലുമൊക്കെ അത് സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ 2 വീഡിയോകളുടെ ലക്ഷ്യം. അത് വലിയ തോതിൽ ആ ബോധവൽക്കരണത്തിന് അത് ഇടയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ 2ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കേരള ലോ അക്കാദമിയും ഒരു പ്രൈവറ്റ് ലോ കോളേജും ഈ ലോ അക്കാദമിയുടെ കീഴിലുള്ള ഒരു ഗവേഷണ സ്ഥാപനവും മെട്രോ റെയിൽ കോർപ്പറേഷനും കൂടെ ചേർന്നിട്ടാണ് ആ സെമിനാർ സംഘടിപ്പിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ എന്തോ കോമൺവെൽത്ത് ഏതാണ്ട് പറഞ്ഞിട്ടൊരു സംഘടനയും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ അന്താരാഷ്ട്ര സെമിനാർ എന്ന് പറഞ്ഞിട്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് ന്യായാധിപർ വരികയാണ്. അപ്പൊ ഈ സെമിനാറിന്റെ മുഖ്യ സംഘാടകർ എന്ന് പറഞ്ഞാൽ കേരള ലോ അക്കാദമി ലോ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമവിദ്യാലയം. സുഹൃത്തുക്കളെ, ആ നിയമവിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം വിവാദങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ആ സ്ഥാപനം ഏതാണ്ട് 100 കോടി രൂപയുടെ സർക്കാർ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് 11.25 ഏക്കർ സ്ഥലം സർക്കാരിന്റെ ഇവർ അനധികൃതമായി കയ്യേറി വെച്ചിരിക്കുകയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ച പൊതുമണ്ഡലത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 100 കോടി രൂപയുടെ ആസ്തിയുള്ളതാണ് എന്നുള്ളത് അറിയാവുന്നതാണ്. ആ 11 ഏക്കർ സ്ഥലത്ത് ഈ നാഗരാജ നാരായണനും അയാളുടെ സഹോദരിയും അയാളുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ ചേരുന്ന ആളുകളുടെ ഒരു സ്വകാര്യ സാമ്രാജ്യമാക്കി ആ സ്ഥലം അയാൾ കൈയേറി വെച്ചിരിക്കുകയാണെന്നുള്ളത് കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മൂല്യനിർണ്ണയം സംബന്ധിച്ചിട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു സമരം നടന്നിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ആ സമരത്തിൽ പങ്കെടുത്തതാണ്. ആ സമരവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന നിരാഹാര സത്യാഗ്രഹത്തിൽ BJPയുടെയും കോൺഗ്രസിന്റെയൊക്കെ നേതാക്കന്മാർ വന്ന് നിരാഹാരം കിടന്നിട്ട് പോയതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BJPയുടെ പിന്നീട് മന്ത്രിയൊക്കെയായി മാറിയ സഹമന്ത്രിയായി മാറിയ V മുരളീധരൻ 8-10 ദിവസം അവിടെ വന്ന് നിരാഹാരം കിടന്നതാണ്. കോൺഗ്രസ് നേതാവായിട്ടുള്ള K മുരളീധരൻ 8-10 വർഷം അവിടെ വന്ന് നിരാഹാരം കിടന്നതാണ്. അത് വലിയ വിവാദമായിരുന്നു. ആ കോളേജിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സമരവും ഒക്കെ അവിടെ നടന്നത്. അന്ന് അവസാനം അതിന്റെ ഡയറക്ടർ ആയിരുന്നുള്ള ലക്ഷ്മി നായർക്ക് ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. ഇപ്പോഴും അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ആ സ്ഥാപനത്തിലെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇഷ്ടക്കാർക്ക് വേണ്ടി വേറെയുള്ള ആളുകൾ പരീക്ഷ എഴുതുന്നു എന്നുള്ള ആരോപണമുണ്ട്. ആ കോളേജിന് അഫിലിയേഷൻ തന്നെ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 10-26ഓളം ഇടതുപക്ഷ നേതാക്കന്മാർ അവിടുന്ന് LLB എടുത്തിട്ടുണ്ട്. എല്ലാവരും ആ സ്ഥാപനത്തിൽ നിന്ന് മാത്രം പോയി LLB എടുക്കുന്നത് സംബന്ധിച്ചിട്ട് വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നാട്ടിലെമ്പാടും ഒരുപാട് നിയമ വിദ്യാലയങ്ങൾ ഉള്ളപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരായിട്ടുള്ള 26 പേര് ഈ ലോ അക്കാദമി ലോ കോളേജിലെ ഈവനിങ് കോഴ്സിൽ നിന്ന് മാത്രം LLB എങ്ങനെ എടുത്തു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ വിവാദങ്ങൾ ഉയർന്നു കിടപ്പുണ്ട്. അവരൊക്കെ വന്ന് ക്ലാസ്സിൽ കയറി ഇന്ന് പഠിച്ചിട്ടാണോ ചെയ്തത്, അതോ കൃത്രിമമായിട്ടാണോ, അവർക്ക് വേണ്ടി വേറുള്ള ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ മൂല്യനിർണ്ണയം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള നിലയിൽ ഈ ലോ അക്കാദമി ലോ കോളേജിനെ കുറിച്ചിട്ട് ഒരു പിടി വിവാദങ്ങൾ പൊതുമണ്ഡലത്തിൽ ശക്തമായി നിലനിൽക്കുമ്പോൾ ഈ വിവാദ സ്ഥാപനത്തിന്റെ ഒരു സെമിനാറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഒക്കെ ന്യായാധിപന്മാർ വന്ന് പങ്കെടുത്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക സ്വാഭാവികമല്ലേ സുഹൃത്തുക്കളെ? കാരണം സുപ്രീം കോടതിയുടെ ജഡ്ജിമാരും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരൊക്കെ വരുന്നതിന് മുമ്പ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒക്കെ അന്വേഷണം നടക്കുകയില്ലേ? സ്വാഭാവികമായ അന്വേഷണം നടക്കുമ്പോൾ ഇത് വിവാദമുള്ള സ്ഥാപനമാണെന്ന് ബോധ്യമായി അവർ വരാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ അതൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇയാൾക്ക് ഈ ന്യായാധിപന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വലിയ സംശയം ആളുകളുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമല്ലേ? യഥാർത്ഥത്തിൽ ഇതൊക്കെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാൻ. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കാളിയാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസ്. ആ കേസ് 2017 മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നമുക്കറിയാം 2006 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. 375 കോടി രൂപ നഷ്ടമാക്കി എന്നുള്ള CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. CBI അന്വേഷിച്ചു, കുറ്റപത്രം കൊടുത്തു.
അതിൽ പിണറായി വിജയൻ 9ാം പ്രതിയായിരുന്നു. എന്തായാലും 2013 തിരുവനന്തപുരത്തെ CBI കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ലാവ്ലിൻ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. അതിനെതിരെ CBI അപ്പീൽ കൊടുത്തു. ആ അപ്പീലിൽ 2017 ഓഗസ്റ്റ് 23 പിണറായി വിജയൻ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റവിമുക്തരാക്കി. വേറെ 3 പ്രതികൾ വിചാരണ നേരിടണം എന്ന് പറഞ്ഞു. പിണറായി വിജയനും വേറെ 2 പേരും ആണ് കുറ്റവിമുക്തരാക്കുന്നത്. അതിനെതിരെ CBI 2017 ഒക്ടോബർ 10 സുപ്രീം കോടതിയിൽ കൊണ്ട് കൊടുത്ത അപ്പീല് ഇപ്പൊ 8 വർഷങ്ങൾക്ക് ശേഷവും സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ്. 30-40 തവണ അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ പൊതുമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കേൾക്കാത്തത്? ഒരു ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസ് സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി വാദം കേൾക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള സംശയം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതി കേസുകൾ സമയബന്ധിതമായി തീർക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ തന്നെ വിധി ഉണ്ടായിട്ട് പോലും അത് ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ട് സുപ്രീം കോടതി ഈ കേസ് കേൾക്കുന്നില്ല എന്നുള്ള ചർച്ച വളരെ വിശദമായി പൊതുമണ്ഡലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30-40 തവണ മാറ്റിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോ അക്കാദമി ലോ കോളേജിലെ ഡയറക്ടറായിട്ടുള്ള ഈ നാഗരാജ നാരായണൻ സംഘടിപ്പിച്ച ഓഗസ്റ്റ് 30-31 തീയതിയിൽ സംഘടിപ്പിച്ച ഈ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സെമിനാറിൽ 4-5 സുപ്രീം കോടതി ജഡ്ജിമാർ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പേരുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, അതിൽ 2 ജഡ്ജിമാർ, ആ 2 ജഡ്ജിമാരാണ് ഇപ്പോൾ ലാവ്ലിൻ കേസ് കേൾക്കാൻ തീരുമാനിക്കപ്പെട്ട ബെഞ്ചിലുള്ളത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 1.5 വർഷം മുമ്പാണ് അവസാനമായി ലാവ്ലിൻ കേസ് വാദത്തിന് വന്നത്. വാദം വന്നില്ല, പക്ഷെ ബെഞ്ചിന്റെ മുമ്പിൽ വന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ലാവ്ലിൻ കേസ് ഏറ്റവും അവസാനം 3-4 തവണ മാറ്റിവെച്ച ബെഞ്ചിലുണ്ടായിരുന്ന 2 ന്യായാധിപരുടെ പേര് ഒന്ന് സൂര്യകാന്തും ഒന്ന് മലയാളിയായിട്ടുള്ള KV വിശ്വനാഥനുമാണ്. ഈ 2 ന്യായാധിപരുടെ ബെഞ്ചിലാണ് ഈ അവസാനമായി ലാവ്ലിൻ കേസ് മാറ്റി വെക്കപ്പെട്ടത്. ലാവ്ലിൻ കേസ് അവസാനമായി പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സൂര്യകാന്തിന്റെയും ഈ KV വിശ്വനാഥിന്റെയും ബെഞ്ചിലാണ്. ആ ബെഞ്ചിലാണ് ലാവ്ലിൻ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആയി നിൽക്കുന്നത്. അപ്പൊ ലാവ്ലിൻ കേസ് പെൻഡിംഗ് ആയി നിൽക്കുന്ന ലാവ്ലിൻ കേസിൽ നാളെ വാദത്തിന് വന്നാൽ പരിഗണിക്കാൻ പോകുന്ന സൂര്യകാന്തും KV വിശ്വനാഥനും എങ്ങനെ ഈ നാഗരാജ നാരായണൻ എന്ന് പറഞ്ഞ ഈ അഭിഭാഷക അവതാരം സംഘടിപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സെമിനാറിൽ കേരളത്തിൽ വന്ന് പങ്കെടുത്തു? ഇത് ഞെട്ടിക്കുന്നൊരു വിവരമല്ലേ സുഹൃത്തുക്കളെ? ഇത് കേരള സർക്കാരാണ് ആതിഥേയത്വം വഹിച്ചത്. മെട്രോ റെയിൽ കോർപ്പറേഷൻ കേരള സർക്കാരിന്റെ സ്ഥാപനമാണ്. അവരാണ് ആതിഥേയത്വം വഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തതായിട്ടാണ് കേൾക്കുന്നത്. ആ അന്താരാഷ്ട്ര സെമിനാറിൽ ഈ വിവാദം ഒട്ടേറെ സൃഷ്ടിച്ചിട്ടുള്ള ലോ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിൽ, ഈ നാഗരാജ നാരായണൻ ചീഫ് ഓർഗനൈസർ ആയിട്ടുള്ള സെമിനാറിൽ സുപ്രീം കോടതിയിലുള്ള 40 ജഡ്ജിമാരിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാവ്ലിൻ കേസ് കേൾക്കുന്ന ആ ബെഞ്ചിൽ ഉള്ള സൂര്യകാന്ത് എന്ന് പറഞ്ഞ ന്യായാധിപനും KV വിശ്വനാഥൻ എന്ന് പറഞ്ഞ ന്യായാധിപനും എങ്ങനെ വരാനിടയായി? ഒരു സംശയം വേണ്ട, അവരറിഞ്ഞിട്ടായിരിക്കില്ല. അവർ സത്യസന്ധരായിട്ടുള്ള ന്യായാധിപന്മാരാണ്. അവരറിഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. പക്ഷേ അവരെ തെരഞ്ഞു പിടിച്ച് ഈ അന്താരാഷ്ട്ര സെമിനാറിന് ഇവിടെ കൊണ്ടുവന്ന് കേരള ഗവൺമെന്റിന്റെ ആതിഥേയത്വം സ്വീകരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ നാഗരാജ നാരായണൻ എന്ന് പറഞ്ഞ അഭിഭാഷക അവതാരത്തിന് ചെറുതല്ലാത്ത പങ്കുണ്ടാവില്ലേ സുഹൃത്തുക്കളെ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 2 ന്യായാധിപർ മാത്രം വരുന്നത്? വേറെത്രയോ ന്യായാധിപന്മാരുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. അതിൽ പിണറായി വിജയനുമായി ബന്ധം വരാൻ സാധ്യതയുള്ള ലാവ്ലിൻ കേസ് കേൾക്കുന്ന ബെഞ്ചിലെ അംഗങ്ങളായിട്ടുള്ള സൂര്യകാന്തിനെയും KV വിശ്വനാഥനെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരറിയാതെ, അവരോട് ചോദിക്കാതെ, മനഃപൂർവ്വം അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആതിഥേയത്വം കൊടുത്ത് കൊണ്ടുപോയതിൽ കുറ്റക്കാരൻ നാഗരാജ നാരായണനാണ് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? ഈ അഭിഭാഷക അവതാരമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്.
കർണാടകത്തിലെ ചീഫ് ജസ്റ്റിസ് ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു 2 അംഗ ബെഞ്ചാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ മകളുടെ കേസ് ഇപ്പോൾ കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ചീഫ് ജസ്റ്റിസ് ഇവിടെ ആ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ ബെഞ്ചിൽ ഈ കേസില്ലായിരുന്നു, അത് തർക്കവുമില്ല. പക്ഷെ അതിനുശേഷം ആ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്ക് കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. SFIO അന്വേഷണം റദ്ദാക്കാൻ പാടില്ല എന്നുള്ള കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെതിരായിട്ട് കൊടുത്തിട്ടുള്ള ആ അപ്പീൽ ഇപ്പോൾ കേൾക്കുന്നത് കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ്. ആ കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും ഈ നാഗരാജ നാരായണും ഈ വിവാദം സൃഷ്ടിക്കുന്ന സ്ഥാപനമായിട്ടുള്ള ലോ അക്കാദമിയും പങ്കെടുത്ത അന്താരാഷ്ട്ര സെമിനാറിൽ ഇവിടെ ഒന്ന് പങ്കെടുത്തതാണ് സുഹൃത്തുക്കളെ. അപ്പൊ അതിന് പുറകിലും ഇയാളുടെ ദുരൂഹമായിട്ടുള്ള ഇടപെടലില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിവാദ അഭിഭാഷക അവതാരം സുപ്രീം കോടതി ന്യായാധിപന്മാരെയും ഹൈക്കോടതി ന്യായാധിപന്മാരെയും കുരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചത്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കുന്ന ന്യായാധിപന്മാരെ കൊണ്ടുവന്ന് കേരള സർക്കാരിന്റെ ആതിഥേയത്വം വാങ്ങിച്ചു കൊടുക്കുന്നു. പിണറായി വിജയന്റെ മകളുടെ കേസ് ഇപ്പോൾ കേൾക്കുന്ന ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ അയാളുടെ ബെഞ്ചിലേക്ക് നാളെ വരും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഈ അഭിഭാഷക അവതാരം ചെയ്യുന്ന പണികൾ അതിഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അയാളുടെ നിശ്ചിത താല്പര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ന്യായാധിപന്മാരെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയും ഉൾപ്പെടെ കരുക്കളാക്കുകയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയും ഒക്കെ ഇത് സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് ബന്ധപ്പെട്ടവരോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.